നമസ്കാരം. ഭക്തജനങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ ഏതാഗ്രഹവും സാധിച്ചു കൊടുക്കുന്ന ഒരു അത്ഭുത പ്രതിഷ്ഠ, ഒരു ആന പ്രതിഷ്ഠ. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അങ്ങനെ ഒരു പ്രതിഷ്ഠയുണ്ട്. ഏകദേശം 1500 വർഷം പഴക്കമുള്ള പെരുന്തച്ചൻ നിർമ്മിച്ച പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു ക്ഷേത്രമുണ്ട്. കൊല്ലം ജില്ലയിലെ ഓച്ചിറയ്ക്കടുത്തുള്ള ചങ്ങംകുളങ്ങര മഹാദേവ ക്ഷേത്രമാണ് ഈ പറഞ്ഞത്. ഇവിടുത്തെ ഒരു ഉപദേവതയാണ് ഒരു ആന പ്രതിഷ്ഠ. ഒറ്റക്കൊമ്പനാണ് ഈ ഒരു പ്രതിഷ്ഠ അറിയപ്പെടുന്നത്. നാടിന്റെ നാനാഭാഗത്തിൽ നിന്ന് ഒരുപാട് ഭക്തജനങ്ങളാണ് ഈ ഒറ്റക്കൊമ്പനെ ദർശിക്കാനായി ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. ഒരു കാലത്ത് ജീവിച്ചിരുന്ന മഹാദേവന്റെ പ്രിയങ്കരനായിരുന്ന ഈ ആന എങ്ങനെ ഒരു ഉപദേവതയായി, എങ്ങനെ ഇതുപോലെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു പ്രതിഷ്ഠയായി മാറി, എല്ലാം വിശദമായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ക്ഷേത്രത്തിലെ ഭാരവാഹികൾ തന്നെ നമ്മളോട് പങ്കുവെക്കും. ഞാൻ കൃഷ്ണദാസൻ പേറ്റി, ചങ്ങോര ശ്രീ മഹാദേവ ക്ഷേത്ര ഭരണസമിതിയുടെ പ്രസിഡന്റാണ്. ഞാൻ ഏതാണ്ട് കഴിഞ്ഞ 29 വർഷമായി ഈ ക്ഷേത്രത്തിന്റെ പ്രസിഡന്റായി പ്രവർത്തിച്ചു വരികയാണ്. ഈ തിരുവിതാംകൂർ പ്രദേശത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ശിവാലയമാണിത്. ഇതിന്റെ ആലയം നിർമ്മിച്ചത് പെരുന്തച്ചനാണ്. ഇതിൽ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത് പരശുരാമനാണ്. ഇവിടെ വർഷത്തിലെ മകരമാസത്തിലെ ആണ് ഉത്സവം നടക്കുന്നത്. പ്രധാനപ്പെട്ട ചടങ്ങുകളോട് ഉത്സവാദികൾ നടക്കുന്നത്. ഈ ക്ഷേത്രത്തിന് ഏതാണ്ട് 1500ഓളം വർഷം പഴക്കമുള്ളതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അത് പുരാവസ്തു വകുപ്പ് ആ നിലയ്ക്കൊരു നിഗമനത്തിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടെ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഭക്തജനങ്ങളുടെ വലിയ തിരക്കാണ് ഓരോ വർഷം കഴിയും തോറും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ ഇപ്പോഴത്തെ ഒരു ഭരണവ്യവസ്ഥ എന്ന് പറയുന്നത് ഊരാൺമ കുടുംബവും ഇവിടുത്തെ NSS കരയോഗങ്ങൾ, ഏതാണ്ട് 7ഓളം കരയോഗങ്ങൾ ചേർന്നിട്ടുള്ള ഒരു ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ് ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ പുരോഗമന പ്രവർത്തനങ്ങൾ, നവീകരണ പ്രവർത്തനങ്ങൾ ഇതെല്ലാം ഈ ക്ഷേത്രത്തിൽ നടന്നു വരികയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഊരാൺമ 2 കുടുംബക്കാരായിരുന്നു. അതിലൊരു കുടുംബം ഒരു 100 വർഷത്തിന് മുമ്പ് തന്നെ ഇവിടുന്ന് ഒഴിഞ്ഞു പോയിട്ടുള്ളതാണ്. ഞങ്ങളുടെ ഇല്ലം ഈ ക്ഷേത്രത്തിന് ഏതാണ്ടൊരു 1/2 കിലോമീറ്റർ തെക്ക് വശത്തോട്ട് മാറിയിട്ടുള്ളതാണ്. ഇത് പഴയ ദേവികുളങ്ങര എന്ന് പറയുന്ന ഒരു പ്രദേശമായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടുള്ളത് ഈ സ്ഥലത്തിൻ്റെ പേര്. പിന്നീടത് ചക്കൻകുളങ്ങരയായിട്ടും പിന്നീടത് ചങ്ങൻകുളങ്ങരയായും പരിവർത്തനം ചെയ്തതായിട്ടാണ് അറിയുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആകർഷണം, ജനങ്ങളുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്, ഇവിടെ ഒരു ഒറ്റക്കൊമ്പൻ്റെ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് സ്ഥാപിതമായിട്ട് ഇപ്പോൾ ഒരു കുറച്ച് വർഷം ഏതാണ്ട് ഈ പ്രതിമ ആ രൂപത്തിൽ സ്ഥാപിതമായിട്ട് ഏതാണ്ട് ഒരു 10-20 വർഷക്കാലമേ ആയിട്ടുള്ളെങ്കിലും ഇവിടെ ഇതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്, അമ്പലപ്പുഴ ദേശത്തെ ഒരു ക്ഷത്രിയ കുടുംബത്തിൽ ഒരാന ഉണ്ടായിരുന്നതായും ഈ ആനയെ ഈ ക്ഷേത്രത്തിൻ്റെ അധികാരികൾ ശിവനെ എഴുന്നള്ളിക്കുന്നതിന് വേണ്ടി ശിവന്റെ വാഹനമായി ഇവിടേക്ക് തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ അന്നുണ്ടായിരുന്ന ഭരണാധികാരികളോ അതിൻ്റെ അധികാരികളോ ആ അമ്പലപ്പുഴ ക്ഷത്രിയ കുടുംബത്തിൽ ചെല്ലുകയും ഈ ആനയെ ആവശ്യപ്പെടുകയും ചെയ്തെങ്കിലും അവർ അത് കൊടുക്കാൻ വേണ്ടി തയ്യാറായില്ല. അജിരേണ ഈ ആന ആവശ്യപ്പെട്ടുകൊണ്ട് ചെന്നവർ തിരികെ നിരാശരായി ക്ഷേത്രത്തിലേക്ക് മടങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. അന്ന് നമുക്കറിയാം, ആനയെ കിട്ടുന്നതിനുള്ള വലിയൊരു ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ള കാലമാണ്. പക്ഷേ ഇനിയുണ്ടായ ഒരു സംഭവം എന്ന് പറയുന്നത് വളരെ ഭക്തജനങ്ങളെ സംബന്ധിച്ച് വളരെ വിശ്വാസവും അതിശയിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു കഥയാണ്. ആ ആന അവിടെ നിന്നും പിണങ്ങി ഓടി ഈ ക്ഷേത്രത്തിൻ്റെ തെക്കുവശമുള്ള ഒരു പുരയിടത്തിൽ വന്ന് നിൽക്കുകയും അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിൽ ആന കൊമ്പ് തറയ്ക്കുകയും ചെയ്തുവെന്നും, അങ്ങനെ ആനയുടെ ഒരു കൊമ്പ്, ഇടതുവശമുള്ള കൊമ്പ് ഒടിച്ചു കളഞ്ഞു ആന സ്വയം.
എന്നിട്ട് ഈ ക്ഷേത്രത്തിന്റെ ഗ്രൗണ്ടിൽ വന്ന് നിൽക്കുകയുമാണ് ഉണ്ടായത്. അതിനുശേഷം ആ കുടുംബക്കാർ ആനയെ സ്വമേധയാ ക്ഷേത്രത്തിലേക്ക് തരാൻ അവർ തയ്യാറായി. ഈ ആനയുടെ ഒരു പ്രത്യേകത, പ്രത്യേകിച്ച് അതിന് ആനക്കാരുടെ ഒരു ആവശ്യമില്ലായിരുന്നു. ഈ ആന എല്ലാവരുമായി ഇണങ്ങി ജീവിച്ചിട്ടുള്ള മഹാദേവന്റെ ഒരു വാഹനമാണ്. ഈ ആന സാധാരണ ഈ നാട്ടുവഴികളിലൂടെയൊക്കെ നടന്ന്, ഇവിടുത്തെ അന്ന് ഇത്ര ജനസാന്ദ്രതയുള്ള ഒരു മേഖലയായിരുന്നില്ല. ജനസംഖ്യ കുറവാണെങ്കിൽ അപൂർവമായ കുടുംബങ്ങൾ വസിച്ചിരുന്ന വയലുകളും പറമ്പുകളും ഒക്കെ ആയിട്ടുള്ള ഒരു പ്രദേശമായിരുന്നു. ചിലയിടത്ത് കാടുകൾ നിറഞ്ഞ സ്ഥലങ്ങൾ തന്നെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഈ ആന അന്ന് ഇതുപോലെ നാടുവഴികൾ തെളിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ നാട്ടുവഴികളിലൂടെ, ഇടവഴികളിലൂടെ സഞ്ചരിച്ച് ഇവിടുത്തെ മിക്ക വീടുകളിലും ഭവനങ്ങളിലും ചെല്ലുകയും അവിടെ നിന്ന് കിട്ടുന്ന ആഹാരം, അത് വെറുതെ ആഹാരം കൊടുത്താൽ അത് കഴിക്കുകയില്ല. അത് ഭക്തിപൂർവം ശുദ്ധതയോടുകൂടി ഇലയിൽ വെച്ച്, ദൂഷണയിൽ വെച്ച് ഈ ആഹാര സാധനം കൊടുത്താൽ മാത്രമേ അത് സ്വീകരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ അത് പ്രത്യേകിച്ച് ക്ഷേത്രത്തിൽ നിന്ന് ഭക്ഷണം ഒരുക്കേണ്ട കാര്യമില്ല. വല്ല ഓലയോ അതുപോലുള്ള കാര്യങ്ങൾ മാത്രം അതിന് കൊടുത്താൽ മതി. ബാക്കി ഭക്ഷണങ്ങളെല്ലാം അത് തന്നെ നടന്ന് ആനക്കാരൻ്റെ പോലും സഹായമില്ലാതെ, ആളുകൾക്ക് അതിനെ ഭയമില്ല. അതിൻ്റെ അടുത്ത് വന്ന് ഇടപെടുന്നതിനോ ഒന്നിനും യാതൊരു ഭയവും ഉണ്ടായിരുന്നില്ല. അത്ര ജനങ്ങളുമായി ഇഴുകിച്ചേർന്ന, ഇണങ്ങിച്ചേർന്ന ഒരു ആനയായിരുന്നു അത്. അതിന് കുട്ടികൾ, വഴിയിലെവിടെങ്കിലും കുട്ടികൾ അലക്ഷ്യമായി വീടുകളിൽ നിന്ന് അശ്രദ്ധാപൂർവമായി വഴികളിൽ നിന്നാൽ ആ കുട്ടികളെ എടുത്ത് അതടുത്ത പുരയിടത്തിലേക്ക്, ഒതുങ്ങിയ സ്ഥലത്തിലേക്ക് മാറ്റി നിർത്തുകയും, അല്ലെങ്കിൽ തൊട്ടടുത്ത വീടാണെങ്കിൽ ആ വീട്ടിലേക്ക് മാറ്റി നിർത്തുകയും ചെയ്യുന്ന ഒരു വലിയ കരുണയോടുകൂടി പെരുമാറുന്ന, സ്നേഹത്തോട് പെരുമാറുന്ന ഒരു ആനയായിരുന്നു എന്നതാണ് പ്രധാനമായ സങ്കല്പം. ഈ ആനയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലയിടത്തു നിന്നും ഭക്ഷണങ്ങൾ കൊടുത്തിരുന്നു. ഈ ആനയുടെ ഒരു അന്ത്യം എന്ന് പറയുന്നത്, ആനയ്ക്ക് ഒരു ദിവസം ഇവിടെ പടിഞ്ഞാറുള്ള ഒരു വീട്ടിൽ നിന്നും ഈ പനശർക്കര ഉണ്ടാക്കുന്ന ഒരു വീടുണ്ടായിരുന്നു. അന്ന് പല വീടുകളിൽ ഈ പനശർക്കര ഉണ്ടാക്കും. അതിൻ്റെ കള്ളോ ഒക്കെ വാറ്റി പനശർക്കര ഉണ്ടാക്കുന്ന സംവിധാനം പല വീടുകളിലും ഉണ്ട്. അന്നത്തെ പ്രധാന ഒരു തൊഴിലെന്ന് പറയുന്ന ആളുകളുടെ ശർക്കര നിർമ്മാണം, പാനെയ്ത്ത്, തഴപ്പാനെയ്ത്ത് ഇതുപോലുള്ള മേഖലകളിലാണ് ഇവിടുത്തെ ഒരു ഉപജീവന, ആളുകളുടെ ജീവസന്ധാരണം നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ പനശർക്കര ഉണ്ടാക്കിയ വീട്ടിൽ ആന ചെല്ലുകയും സ്ഥിരമായി അവിടുന്ന് അവർ തണുത്ത പാനി അതിന് കോരി കൊടുക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷെ ഒരു ദിവസം അത് കയ്യബദ്ധമാണോ അതോ അല്ലാതെ സംഭവിച്ചതാണോ, മറ്റാരെങ്കിലും എന്തെങ്കിലും കുസൃതി കാട്ടിയതാണോ എന്നറിയില്ല, കുട്ടികളാരെങ്കിലും കാണിച്ചതാണെന്ന് അറിയില്ല, ഇതിന് ചൂട് പാനി കൊടുക്കുകയും ഇത് സാധാരണ ഭക്ഷിക്കുന്നത് പോലെ ഇത് വാങ്ങിച്ച് ഭക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ ആനയുടെ തുമ്പിക്ക് അകം പൊള്ളലേക്കാൻ സാധ്യതയാകുകയും ആന നേരെ പിന്തിരിഞ്ഞ് അവിടെ നിന്ന് ഓടി പടിഞ്ഞാറെ കായലിൽ ചെന്ന് വെള്ളത്തിലിറങ്ങി തുമ്പിക്കൈ നനച്ചുകൊണ്ട് വെള്ളം അതിലേക്ക് വലിച്ചെടുത്തുകൊണ്ട് അവിടെ അതിൻ്റെ വേദന ഒതുക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ ആനയ്ക്ക് അതിന് ഒരു ശമനം കിട്ടിയില്ല. ആന തിരിച്ചു വന്ന് ഇവിടെ കിഴക്ക് ആനത്തറയിൽ എന്ന് പറയുന്നൊരു വീടുണ്ട്. ആ ആനത്തറയിൽ വന്നിട്ട് അവിടെ വന്ന് ചരിയുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഭക്തജനങ്ങളെ സംബന്ധിച്ച് ഇത് ഒരു വിശ്വാസ കഥ, ഒരു കഥയല്ല, വളരെ വിശ്വാസപൂർവ്വം അവർ വിശ്വസിക്കുന്ന ഒരാനയുടെ കഥയാണ് അവർ കേൾക്കുന്നത്. ആ പൂർവികരെ സംബന്ധിച്ച് ഞങ്ങളുടെ പൂർവികരൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള കഥകളുടെ ഒരു അനുബന്ധം എന്ന നിലയ്ക്കാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. അതിൻ്റെ ഉദാഹരണമായിട്ട് ഈ ആന ഇവിടെ ഉള്ളതായിട്ടുള്ള തെളിവ്, ആനയുടെ ചങ്ങല നമ്മുടെ നമസ്കാര മണ്ഡപത്തിലെ ചുറ്റിയിട്ടിട്ടുണ്ട്. ആനയുടെ ദന്തം ഇവിടെ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. കൊമ്പ് ദ്രവിച്ചു പോകാൻ ഇടയായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വലിയ ഈ പ്രതിഷ്ഠ, ഇപ്പോൾ ഞങ്ങളൊരു ദേവപ്രശ്നം നടത്തി. ഇവിടെ ക്ഷേത്രത്തിൻ്റെ ഉയർച്ചക്കുറവ്, ക്ഷേത്രത്തിൻ്റെ പൊതുവായി ചൈതന്യത്തെ ബാധിക്കുന്ന ഒരു ഉയർച്ചക്കുറവ് കണ്ടപ്പോൾ ആദ്യം പ്രശ്നകാരി വന്ന് ആ പ്രശ്നത്തിൽ കബഡി നിരത്തിയപ്പോൾ തന്നെ തെളിഞ്ഞത് ഇവിടുത്തെ ആനയെ സംബന്ധിച്ച അതിൻ്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ് ആ പ്രശ്നകാരി ജ്യോത്സ്യൻ ആവശ്യപ്പെട്ടത്. അതനുസരിച്ചാണ്
ചെങ്ങന്നൂരുള്ള രാജരത്നം എന്ന് പറയുന്ന ഒരു ശില്പിയുടെ അടുക്ക് ഈ ആനയുടെ രൂപം കൊത്താൻ പാറയിൽ ഒറ്റ ശിലയിൽ തീർക്കാൻ വേണ്ടി ഞങ്ങൾ ഏർപ്പാടാക്കി. അങ്ങനെ ഏണ്ടൊരു 4 വർഷക്കാലം അദ്ദേഹം എടുത്ത് ഈ ഒരു ഒറ്റക്കൊമ്പന്റെ ശില്പം അദ്ദേഹം പ്രതിമ ശരിയാക്കി അദ്ദേഹം തന്നു. പിന്നെ അതിനെ തുടർന്ന് ഞങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് വലിയ ആഘോഷത്തോടു കൂടി ഇവിടുന്ന് ആളുകൾ ചെന്നു. അവിടെ നിന്ന് ഈ പ്രതിമ കയറ്റി വലിയ ആഘോഷത്തോടുകൂടിയും ജനങ്ങളുടെ ആർപ്പുവിളിയോടും കൂടി തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് നടയിൽ കൊണ്ടുവരികയും ഇവിടെ തന്ത്രി തന്നെ നേതൃത്വം നൽകി അതിനെ പ്രതിഷ്ഠിക്കുകയാണ്. ഒരു പ്രതിഷ്ഠ പോലെ തന്നെയാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. അതിനുശേഷം ഇങ്ങോട്ട് ഞങ്ങളെ സംബന്ധിച്ച് പറയാം, ഇപ്പോഴത്തെ ഒരു അനുഭവം വെച്ച് പറയാം, ക്ഷേത്രത്തിന് ഓരോ വർഷവും കഴിയും തോറും വലിയ പുരോഗതിയിലേക്ക് ഞങ്ങളെപ്പോലും അതിശയിപ്പിക്കുന്ന തരത്തിൽ ഭക്തജനങ്ങളുടെ തിരക്ക്. ഈ ഒറ്റക്കൊമ്പിൻ്റെ അവിടെ വിശേഷ ദിവസങ്ങളിലെല്ലാം തന്നെ പിന്നെ ഇപ്പോൾ വന്നിട്ട് വിശേഷ ദിവസങ്ങളിൽ മാത്രമല്ല, മിക്ക ദിവസങ്ങളിലും പഴക്കുല നേർച്ചയായി അവിടെ വെക്കുക. 4, 5, 6 പഴക്കുലകൾ ഓരോരുത്തരും കൊണ്ടുവന്ന് വെക്കുന്ന അവസ്ഥ, അരിയുണ്ട കൊണ്ടുവന്ന് വെക്കുന്ന പിന്നെ ഒരു രീതികൾ, അതുപോലെ തന്നെ ശർക്കര വഴിപാടായി സമർപ്പിക്കുന്ന ഇതെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ ഒരു ഭക്തജന, എനിക്ക് തോന്നി ഈ ഒറ്റക്കൊമ്പിന് ഒരു വലിയ ഭക്തജന വൃന്ദം തന്നെ അതിന് ശിവനെ നോക്കുമ്പോൾ ശിവന്റെ ആലയത്തിൽ നിന്ന് ആദ്യം കാണുന്ന പുരുഷൻ എന്നുള്ള നിലയ്ക്ക് അവിടെ ഇത്തരം വഴിപാട് കഴിക്കുകയും ആദ്യം അവിടെ കയറി തൊഴുകയും ചെയ്യുന്ന, എന്നാൽ പ്രത്യേകിച്ച് ശാന്തിക്കാരനോ അല്ലെങ്കിൽ തന്ത്രിയോ ഒന്നുമല്ല അവിടെ പൂജ നടത്തുന്നത്. ഇവിടുത്തെ കടയക്കാരനാണ് അത് വെള്ളം തളിച്ച് അത് കൊടുത്ത് വഴിപാടായി ആളുകൾക്ക് തിരികെ അതിന്റെ നേദ്യമായി കൊടുക്കുന്നത്. അങ്ങനെ വലിയ ഭക്തജനങ്ങളാണ്, ഒരു വലിയൊരു ഭക്തജന കൂട്ടം തന്നെയാണ് ഈ ഉത്സവ ദിവസവും മറ്റും ഈ ഒറ്റക്കൊമ്പിന് വഴിപാട് സമർപ്പിക്കാനായി ഇവിടെ എത്തുന്നത്. സാധാരണ ദിവസങ്ങളിൽ പോലും ഇന്ന് പോലും എനിക്ക് തോന്നുന്നത് കൊല ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അത്ര ശരിക്കും വഴിപാടുകളാണ് വന്നു. ഇത് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് ഈ ഒറ്റക്കൊമ്പന്റെ പ്രതിഷ്ഠ നടത്തിയതിനു ശേഷം എല്ലാ കാര്യവും ഞങ്ങൾക്കിപ്പോൾ ഗോപുരം ഞങ്ങൾ പറയുകയാണ്, ഞങ്ങൾക്ക് ഗോപുര പിന്നെ വിളക്കുകാല് സമർപ്പണം നടന്നു. ഇതിൽ തന്നെ നമ്മുടെ തടിയിൽ തന്നെ അത് നിർമ്മിക്കാൻ ജീർണോദ്ധാരണം എന്നാണ് അത് പുനരുദ്ധാരണം തന്നെ നടത്തിയത് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് കഴിഞ്ഞു. ഏതാണ്ട് 2 കോടി രൂപയ്ക്കടുത്ത് ചിലവാക്കി അത് കഴിഞ്ഞു. ഗോപുരം നിർമ്മിച്ചു. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ പുറത്തുള്ള മറ്റ് വികസന അനുബന്ധ ആലയങ്ങളും മറ്റും നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്തുള്ള വസ്തുക്കൾ ഞങ്ങൾക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങളെ സംബന്ധിച്ച് ഒരു വലിയ വിശ്വാസത്തിന്റെ, വലിയൊരു പ്രതീക്ഷയുടെ, വലിയൊരു ആഗ്രഹ സഫലീകരണത്തിന്റെ ഒരു രൂപമാണ് ഈ ഒറ്റക്കൊമ്പൻ എന്നുള്ളത്. കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി താലൂക്കിൽ ഓച്ചിറ വില്ലേജിൽ ദേശീയപാതയോട് ചേർന്ന് നിൽക്കുന്ന ചങ്ങൻകുളങ്ങര എന്ന പ്രദേശത്താണ് ശ്രീ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നൂറ്റാണ്ടുകൾ ഈ ക്ഷേത്രത്തിന് പഴക്കമുണ്ട്. ഇവിടുത്തെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഒറ്റക്കൊമ്പൻ്റെ പ്രതിഷ്ഠയാണ്. ഭക്തജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള ഒരു പ്രതിഷ്ഠയാണ് ഒറ്റക്കൊമ്പൻ്റേത്. ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കായി ഭക്തജനങ്ങൾ നേർച്ചയായി ഇവിടെ പലതും സമർപ്പിക്കാറുണ്ട്. പഴക്കുലകൾ, ശർക്കര, അരിയുണ്ട, നാളികേരം, കരിമ്പ് എന്നിവ ഒറ്റക്കൊമ്പന് നിവേദ്യമായി സമർപ്പിക്കാറുണ്ട്. അതുകൂടാതെ ഒറ്റക്കൊമ്പന് മണി, പൂമാല ഇവയും സമർപ്പിക്കാറുണ്ട്. ഭക്തജനങ്ങളുടെ ഏത് ആവശ്യവും സാധിച്ചു കൊടുക്കുമെന്നാണ് അവരുടെ വിശ്വാസം. അവരുടെ കാര്യസിദ്ധിക്ക് ശേഷം ഇവിടെ ഒറ്റക്കൊമ്പന് അവർ ഉദ്ദേശിക്കുന്ന സാധനം നിവേദ്യമായി സമർപ്പിക്കുകയാണ് പതിവുള്ളത്. വിവാഹം നടക്കാതിരിക്കുന്ന പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി, സന്താനലബ്ധിക്ക് വേണ്ടി, കളഞ്ഞുപോയ വസ്തുക്കൾ തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി ഇവയൊക്കെ വേണ്ടി ഒറ്റക്കൊമ്പന് നേർച്ച നേരാറുണ്ട്. ഇതെല്ലാം സാധിച്ചതിന് ശേഷം അവരുടെ ഉദ്ദേശിച്ച കാര്യം ഇവിടെ സമർപ്പിക്കുകയും അത് തുടർച്ചയായി എല്ലാ വർഷവും അല്ലെങ്കിൽ എല്ലാ മാസവും കൃത്യമായി ഒറ്റക്കൊമ്പന് നേർച്ച നൽകുന്ന പതിവ് ഇവിടെ സുലഭമാണ്. ഒറ്റക്കൊമ്പൻ്റെ അതായത് ക്ഷേത്രത്തിൽ വരുന്ന ആരും ആദ്യം മഹാദേവനെ വണങ്ങിയതിന് ശേഷം രണ്ടാമത് എത്തുന്നത് ഒറ്റക്കൊമ്പൻ്റെ അടുത്തേക്കാണ്. അവരുടെ ഏത് ആവശ്യം പറഞ്ഞാലും അത് സാധിച്ചു കൊടുക്കുന്ന ഒരു ദേവനായി, ഒരു ഉപദേവനായിട്ടാണ് ഇതിനെ ഭക്തജനങ്ങൾ കണക്കാക്കുന്നത്. ഉപദേവതകളിൽ ഇവിടെ തുല്യസ്ഥാനീയനായി ശാസ്താവുണ്ട്. ധർമ്മശാസ്താവും ഭുവനേശ്വരി,
ധർമ്മദൈവങ്ങൾ, ബ്രഹ്മരക്ഷസ്, ഇണ്ടളയപ്പൻ എന്നീ ഉപദേവതകളും ഇവിടെ ഈ ക്ഷേത്ര സമുച്ചയത്തിൽ ഉണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വിശ്വാസമുള്ള ഒരു ദേവൻ, ഒരു നാടിൻ്റെ ദേവനായി സ്ഥിതി ചെയ്യുന്നതാണ് മഹാദേവൻ. അത് ഒപ്പം തന്നെ അതായത് മടിയിൽ ഗണപതി എന്ന് പറയുന്ന ഗണപതി വിഗ്രഹവും അകത്ത് തന്നെയുണ്ട്. ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രമാണ്. മകരമാസത്തിലെ ഉത്രട്ടാതി നാളിൽ കൊടിയേറി തിരുവാതിരയ്ക്ക് ആറാട്ടോടുകൂടി സമാപിക്കുന്ന വലിയ ഉത്സവം. അതുകൂടാതെ മാസത്തിലുള്ള പ്രത്യേക വിശേഷങ്ങളെല്ലാം ഉണ്ട്. പിന്നെ എല്ലാ മാസവും തിരുവാതിര നാളിൽ ഇവിടെ മഹാമൃത്യുഞ്ജയ ഹോമം എന്ന് പറയുന്ന വലിയൊരു വഴിപാട് നടക്കാറുണ്ട്. എല്ലാ മലയാള മാസത്തിലെയും ആദ്യത്തെ വെള്ളിയാഴ്ച ഇവിടെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം നടക്കാറുണ്ട്. ഭക്തജനങ്ങൾ ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന ഒരു മഹാക്ഷേത്രമായി ഈ ക്ഷേത്രം വളർന്നുകൊണ്ടിരിക്കുന്നു. മുമ്പ് ചങ്ങൻകുളങ്ങര മഹാദേവ ക്ഷേത്രത്തിലെ ഒറ്റക്കൊമ്പന്റെ വിശേഷങ്ങൾ നിങ്ങൾ മുഴുവൻ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ വിനോദം. നന്ദി, നമസ്കാരം.